ശികാബ് KK രമയ്ക്ക് ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടിയ ഉജ്ജ്വല വിജയം സമ്മാനിക്കണമെന്ന് ഈ നാട്ടിലെ നല്ലവരായ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ശശി തരൂരും ശ്രീനാദേവി കുഞ്ഞമ്മയും ഉൾപ്പെടുന്ന റോഡ് ഷോ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നിലായി കടന്നു വരികയാണ്. ഈ നാട്ടിലെ മുഴുവൻ വോട്ടർമാരോടും വികസന നായിക ശികാബ് KK രമയ്ക്ക് വടകരയുടെ പോരാട്ടത്തിൽ ചരിത്ര വിജയം സമ്മാനിക്കണമെന്ന് ഈ നാട്ടിലെ പ്രമുഖരായ മുഴുവൻ വോട്ടർമാരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ജനാധിപത്യ കേരളത്തിന്റെ വിശ്വപൗരൻ നാടിന്റെ സമുന്നതനായ നേതാവും എംപിയും അനീതികൾക്ക് പരമൃതി നേരിന്റെ ശബ്ദമായി മാറിയ ശ്രീനാദേവി കുഞ്ഞമ്മയും കടത്തനാടിന്റെ പ്രിയങ്കരിയായ സാരഥി ആവശ്യങ്ങളും ആശങ്കയും മനസ്സിലാക്കി നിങ്ങളുടെ സ്വരം നിയമസഭയിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ഇത്ര കഴിവുള്ള ഒരു ജനപ്രതിനിധി നിങ്ങൾക്ക് 5 വർഷക്കാലം ഉണ്ടായത് നിങ്ങളുടെ ഭാഗ്യമല്ലേ? ഓരോ കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു. മതേതരത്വ കേരളത്തിന് വേണ്ടി എപ്പോഴും നിന്നു. എല്ലാ കാര്യത്തിലും നമ്മുടെ സാമൂഹ്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ നാടിന് വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു ജനപ്രതിനിധിയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്ന ശ്രീമതി KK രമ. അപ്പൊ ഞാൻ അവരുടെ കൈപ്പത്തി അടയാളത്തിലല്ല, ടെലിവിഷൻ അടയാളത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങൾ എല്ലാവരുടെയും ആവശ്യം മാത്രമല്ല പറയുന്നത്, കേരളത്തിന്റെ ആവശ്യമാണ് അവരുടെ വിജയം. കാരണം അവരുടെ ഒപ്പം ടെലിവിഷൻ അടയാളത്തിൽ ജയിച്ച ശേഷം അവരൊപ്പം കൈപ്പത്തി അടയാളത്തിലും കോണി അടയാളത്തിലും നിരവധി UDF സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നാൽ നമ്മൾ ഈ 10 വർഷക്കാലത്തിന് ദുർഭരണം അവസാനിപ്പിക്കാൻ സാധിക്കും. LDF സർക്കാരിനെ മാറ്റി ഈ നാടിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു പുതിയ ഭരണം, ഒരു പുതിയ രീതിയിൽ ചിന്ത, നമ്മുടെ യുവാക്കളുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു മുന്നണിയെ നമ്മുടെ അധികാരത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ പറയട്ടെ,
ഈ 10 വർഷക്കാലം നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ നാടിന്റെ സ്ഥിതി മഹാമോശമാക്കിയിട്ടുണ്ട്. സമ്പാദിക സ്ഥിതി ഇത്രത്തോളം അവർ കടത്തിൽ മുങ്ങിയ ശേഷം 5 ദിവസം മുമ്പ് നീതി ആയോഗ് റിപ്പോർട്ട് ഇറക്കി 18 സംസ്ഥാനങ്ങളുടെ എല്ലാ വിധത്തിലത്തെ ഫിസ്ക്കൽ മാനേജ്മെന്റ്, ഫിസ്ക്കൽ ഹെൽത്ത്, നമ്മുടെ സാമ്പത്തിക ആരോഗ്യം എന്നത് ആ 18 സംസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൽ കേരളത്തിലെ 15ാം സ്ഥാനത്തിൽ അവർ ചുരുക്കി. അതാണ് ഈ കേന്ദ്ര സർക്കാർ കാണുന്നത് നമ്മുടെ കേരള സർക്കാരിന്റെ കഴിവിനെയാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ യുവ മലയാളികളൊക്കെ ഈ നാട് വിട്ടിട്ട് അന്യ രാജ്യങ്ങൾ, അന്യ സംസ്ഥാനങ്ങൾ എന്തുകൊണ്ടാണ് പോകുന്നത്? അവർക്കിവിടെ 21ാം നൂറ്റാണ്ടിൽ ആവശ്യമുള്ള ഓരോരോ പഠിപ്പിന്റെ അവസരങ്ങൾ, ഓരോരോ പുതിയ കോഴ്സുകൾ, ഓരോരോ പുതിയ ജോലി സാധ്യതകൾ അവർ കാണുന്നില്ല. അതുകൊണ്ടല്ലേ നമ്മൾ വിട്ടുപോകുന്നത്. അതിനൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണി നിൽക്കുന്നത് ഞങ്ങളുടെ ആഗ്രഹമാണ്. ഞങ്ങളുടെ യുവ മലയാളികൾക്ക് ഈ നാട്ടിൽ തന്നെ നിന്നിട്ട് പഴയ്ക്കാനുള്ള സാധ്യത ഉണ്ടാവണം. പുതിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം. പുതിയ വിദ്യാഭ്യാസ മേഖലയിൽ കോഴ്സുകൾ പഠിപ്പിക്കണം. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവരുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നതിന്. ഒരു കുട്ടിയുടെ 19ാം നൂറ്റാണ്ടത്തെ ഐഡിയോളജി പറഞ്ഞ് നമ്മൾ ഭരിക്കാൻ ശ്രമിക്കുന്നു. മറ്റേ മുന്നണി 16ാം നൂറ്റാണ്ടത്തെ വർഗീയ ചരിത്രം പറഞ്ഞ് നടക്കുന്നു. ഇവരൊക്കെ നമ്മുടെ സംസ്ഥാനത്തിന് പുറകെ കൊണ്ടുപോകുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ നാടിന് ഭാവിക്ക് വേണ്ടി 21ാം നൂറ്റാണ്ടിനെ കുറിച്ച് ചിന്തിക്കുന്ന ഏക ഒരു മുന്നണിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി. അതിന് പ്രതിനിധിയായിട്ട് വടകരയുടെ വികസനം വേണ്ടിയിട്ടും നിങ്ങൾ എല്ലാവരും ഓരോരോ കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ജനപ്രതിനിധിയായ ശ്രീമതി KK രമേ ഒരിക്കലും കൂടി വിജയിപ്പിക്കുക. ജനവിജയ അടയാളത്തിൽ വോട്ട് ചെയ്യുന്ന അവരുടെ വിജയം നിങ്ങൾ എല്ലാവരും വിജയമായി മാറി വരും. UDFന്റെ വിജയം കേരളത്തിന്റെ വിജയമായി മാറി വരും. ഒരിക്കലും കൂടി ഒരു വോട്ട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവരും എന്നെ ഇത്ര ശരിയോട് കേട്ടതിന് നന്ദി. നമ്മുടെ കഴിവ് പിടിക്കട്ടെ. ഈ നാടിന്റെ ഭാവി, കേരളത്തിന്റെ ഭാവി. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് യൂണിയൻ. രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ കടക്കുമ്പോൾ വടകര നമുക്ക് ഉറപ്പുണ്ട്. ഹൃദയത്തിലായി രാഷ്ട്രീയ കേരളത്തിൻ്റെ ഹൃദയഭൂമിയായിട്ട് മാറിയ ഇടമാണ് വടകര. ആ വടകരയുടെ ഏറ്റവും പ്രിയങ്കരിയായ, ഏറ്റവും ഹൃദയത്തിലുള്ള KK രമ വലിയ ഭൂരിപക്ഷത്തോടുകൂടി, കഴിഞ്ഞ തവണ ജയിച്ച ഭൂരിപക്ഷമല്ല, അതിനേക്കാളൊക്കെ ഒരുപാട് ജനപ്രീതിയും ജനങ്ങളുടെ ഹൃദയത്തിലും ഇടം നേടിയെന്ന് കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന പദ്ധതികളിലൂടെ, ഇടപെടലുകളിലൂടെ, ചേർത്തുപിടിക്കലിലൂടെ ഒക്കെ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. ആ സ്നേഹം ഉറപ്പായിട്ടും ഇനിയും വലിയ ഭൂരിപക്ഷം എത്ര വർദ്ധിച്ചു എന്ന് മാത്രമാണ് നമുക്ക് നോക്കാനുള്ളത്. ആ വർധനം എത്ര കൂടി എന്ന് മാത്രമേ ഞങ്ങളെല്ലാവരും നോക്കുന്നുള്ളൂ. വലിയ സ്നേഹത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി ആ ജനാധിപത്യത്തിന്റെ തീരുമാനത്തിലേക്ക് ഏപ്രിൽ 9-ാം തീയതി നമ്മൾ കടക്കും. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.